ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണത് വിവാഹ പൊരുത്ത പരിശോധനയിലെ പ്രായോഗികതകൾ. അതാണ് രണ്ട് ഭാഗമായിട്ട് പറയാനുള്ള ഒരു പരിപാടിയാണ്. ഒന്നാമത്തെ ഭാഗം ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തില് വിവാഹ പൊരുത്ത പരിശോധന പണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിലും പൊരുത്ത പരിശോധന ജ്യോതിഷ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒന്നിനും വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ രീതിയിലുള്ള വിവാഹ പൊരുത്ത പരിശോധനകൾ 1930 ശേഷമാണ് വന്നുകൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഭാരതത്തിൽ വിവാഹം ഉറപ്പിക്കുന്നതിന് സ്ത്രീ പുരുഷന്മാരുടെ ചേർച്ച പരിശോധിക്കുന്നത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സംഗതി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ സന്താനങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള ഉത്കണ്ഠയും മാതാപിതാക്കളെ ജ്യോത്സ്യന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. പൊരുത്ത പരിശോധന ഇന്ന് കാണുന്ന വിധത്തിൽ രൂപം കൊണ്ടത് വിവാഹമോചനം, വേർപിരിയൽ, അകന്നു നിൽക്കുക, അകാല വൈധവ്യം തുടങ്ങിയവ ഒഴിവാക്കാനും ദമ്പതികൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സഹകരണത്തോടെയും ദീർഘകാലം ജീവിക്കും എന്ന് ഉറപ്പുവരുത്താനുമാണ്. ഭാരതത്തിൽ താരതമ്യേന വിവാഹ ബന്ധത്തിന് കെട്ടുറപ്പും ദൃഢതയും ഭദ്രതയും കൂടുതലാണ്. എന്നാൽ ആധുനിക കാലത്ത് വിദ്യാസമ്പന്നരും സെലിബ്രിറ്റികളുടെയും ഇടയിൽ വിവാഹമോചനത്തിന്റെ നിരക്ക് കൂടി വരുന്നതായി കാണുന്നു. എന്തുതന്നെയായാലും പൊരുത്ത പരിശോധന കൂടുതൽ ശക്തി ആർജിച്ചു വരുന്നതായി കാണുന്നുണ്ട്. നക്ഷത്രപ്പൊരുത്തം, ജാതകപ്പൊരുത്തം, ദശാസന്ധി ദോഷം ഇതാണ് സാധാരണ പരിശോധിക്കാറ്. ജന്മരാശിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നക്ഷത്രപ്പൊരുത്തം, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൊണ്ട് വിവാഹ ജീവിതം ഭാവിയിൽ ശുഭമായി ഇരിക്കുമോ, അകന്ന് ജീവിക്കുമോ, സന്താനം ഉണ്ടാകുമോ, ഈ ദീർഘായുസാണോ, ഈ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ ജാതകങ്ങൾ ചേരണമെങ്കിൽ മാത്രമേ പിന്നെ ഈ പൊരുത്ത വിഷയത്തിലേക്ക് കിടക്കേണ്ട ആവശ്യമുള്ളൂ. അവര് ഭാവി നല്ലതാണെന്ന് രണ്ട് ജാതകങ്ങളും തമ്മിൽ നോക്കിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മറ്റടുത്തേക്ക് കടന്നാൽ മതി. പിന്നെ ഗ്രഹനിലകൾ ആദ്യം വേണ്ട, ഗ്രഹനിലകൾ രണ്ടും സ്ത്രീയുടെയും പുരുഷന്റെയും ശരിയാണോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഇത് ഒരു പരിധി വരെ ശരിയാണോ എന്ന് ജ്യോത്സ്യന് കണ്ടുപിടിക്കാൻ സാധിക്കും. ദാമ്പത്യ ദുരിതങ്ങൾ, വേർപിരിയൽ, വൈധവ്യം, വിവാഹമോചനം, അകന്നു നിൽക്കൽ, സന്താനം ഉണ്ടാകാൻ കാലതാമസം ഇവയൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഒരു ഗ്രഹനിലയിൽ കാണുന്ന ന്യൂനതകളെ മറ്റൊരു ഗ്രഹനിലയിലെ നന്മകൾ കൊണ്ട് മറികടക്കാനുള്ള ശ്രമമാണ് പൊരുത്ത പരിശോധനയിലൂടെ വിവക്ഷിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവം, സൗന്ദര്യം, വിദ്യാഭ്യാസം, ജോലി, കുടുംബം, കുടുംബത്തിന്റെ മഹിമ എന്നിവയെ പറ്റി നേരിട്ട് അന്വേഷിച്ച് ഉറപ്പ് വരുത്താവുന്നതാണ്. എന്നാൽ സ്വഭാവം പിന്നീട് ചീത്തയാവാം, ജോലി നഷ്ടപ്പെടാം, ആയുസ്സിന് അപകടം സംഭവിക്കാം. ഇത്തരം സാധ്യതകളെ മുൻകൂട്ടി അറിഞ്ഞ് സുരക്ഷിതമായ ഒരു ഭാവി ജീവിതം ഉറപ്പുവരുത്തുകയാണ് പൊരുത്ത പരിശോധനയിലൂടെ മാതാപിതാക്കളും വിവാഹാർത്ഥികളും ആഗ്രഹിക്കുന്നത്. അതിനാൽ പൊരുത്തം പരിശോധിക്കുമ്പോൾ മനസ്സ്, സ്വഭാവം, സാമ്പത്തികം, ആയുസ്, പുനർവിവാഹ യോഗം, ഇണയുടെ വിയോഗം എന്നിവയൊക്കെ പരിഗണിച്ചു വേണം പൊരുത്തം തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഭാവി ജീവിതം സുഖമായിട്ടും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഈ നമ്മുടെ വിവാഹ പൊരുത്ത പരിശോധന പ്രായോഗികതകളെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു. അടുത്ത ഭാഗം അടുത്ത ആഴ്ച എപ്പിസോഡിൽ വരും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായി കാണാനും അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമസ്തേ.